ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയും അഹല്യ ഐ ഹോസ്പിറ്റൽ പട്ടാമ്പിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയും അഹല്യ ഐ ഹോസ്പിറ്റൽ പട്ടാമ്പിയും സംയുക്തമായാണ് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. KPU മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൊജക്ട് ഓഫീസിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. പ്രശസ്തരായ നേത്രവിഭാഗം ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിൽ പങ്കെടുത്ത് തിമിര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചവർക്ക് പട്ടാമ്പി അഹല്യ ഹോസ്പിറ്റലിൽ വെച്ച് കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയ ചെയ്തു നൽകും. 150ഓളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തുടർന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടായ്മ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ, അതിൽ ഏകദേശം ഒരു 750-770ഓളം അംഗങ്ങൾ ഉണ്ട്. അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു നേത്രപരിശോധന ക്യാമ്പ് നടത്തുകയാണ്. നേത്രപരിശോധന ക്യാമ്പിന് നമ്മുടെ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകും. അഹല്യ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ഇവിടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കാര്യങ്ങൾ ഞങ്ങളെ മെമ്പർമാർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും 5 വർഷത്തിൽ 6 വർഷത്തോളമായി ഞങ്ങളുടെ സംഘടന രൂപീകൃതമായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും വർഷക്കാലം പല പല കാര്യങ്ങളും മെമ്പർമാർക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളും ഏതായാലും ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടെ കമ്മിറ്റിയും അംഗങ്ങളൊക്കെ ഉള്ളത്. മുഹമ്മദ് അലി പപ്പടപ്പടി, ചന്ദ്രൻ മണ്ണേങ്ങോട്, റസാഖ് പ്രഭാപുരം, അബ്ദുൽ കരീം കൊപ്പം, നിഷാദ് ആമയൂർ, അബൂബക്കർ പ്രഭാപുരം, ബാദ്ഷാ പപ്പടപ്പടി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊപ്പം.